ജാവലിൻ ത്രോയ്ക്ക് വേണ്ടിയിട്ട് നമുക്കറിയാം നിരവധി താരങ്ങൾ ഫൈനലിലുണ്ട്. പക്ഷേ ഏറ്റവും മികച്ച എയർ ആയിരുന്നു ആ ക്വാളിഫയേഴ്സിൽ തന്നെ നീരജ് ചോപ്രയുടെ ആദ്യ എയർ എന്ന് പറയുന്നത് 89.34. ഇതുവരെ ഈ ഒളിമ്പിക്സിൽ ഒരു താരത്തിലും അതിനപ്പുറത്തേക്ക് എറിയാൻ സാധിച്ചില്ല. ഇതാ ആദ്യത്തെ എയർ നടക്കുകയാണ്. ജാവലിൻ ത്രോ, പുരുഷ ജാവലിൻ ത്രോ ഫൈനൽ ആരംഭിച്ച് കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും 85-ന് മുകളിലേക്ക് എറിഞ്ഞ് ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ താരം ആരംഭിച്ചിട്ടുണ്ട്. ഇനി അല്പസമയത്തിനകം തന്നെ നീരജ് ചോപ്ര കളത്തിലേക്ക് ഇറങ്ങും. അദ്ദേഹത്തിന്റെ നിലവിലുള്ള ഫോമും ആ ആംബിയൻസും അദ്ദേഹത്തിന്റെ ആ ഒരു പീക്ക് ലെവൽ പെർഫോമൻസും വെച്ച് ഈ മെഡൽ അദ്ദേഹത്തിന് എറിയാൻ സാധിക്കും. പ്രത്യേകിച്ചും അത്തരത്തിൽ മികച്ച പ്രകടനവും മികച്ച പരിശീലനവുമാണ് അദ്ദേഹം കാഴ്ചവെക്കുന്നത്. അല്പനേരം മുൻപ് അദ്ദേഹം പരിശീലനത്തിന്റെ ഭാഗമായി വാമപ്പ് ത്രോ എടുക്കാൻ വന്നപ്പോൾ ശ്രദ്ധിച്ചിരുന്നു. അനായാസം അദ്ദേഹത്തിന്റെ ജാവലിൻ 85 മീറ്ററിന് പുറത്തേക്ക് കടക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നു ആ വാമപ്പിൽ പോലും. അത് തന്നെയാണ് ഏറ്റവും വലിയ പ്രതീക്ഷ. എന്തായാലും ഈ മുൻനിരയിൽ തന്നെ അദ്ദേഹത്തിന്റെ അച്ഛൻ, അദ്ദേഹത്തിന്റെ അമ്മാവൻ, അദ്ദേഹത്തിന്റെ മറ്റ് കുടുംബാംഗങ്ങൾ മാത്രമല്ല ഈ കാന്ദ്ര എന്ന് പറയുന്ന ഗ്രാമത്തിന് തൊട്ടടുത്ത് മറ്റുള്ള ഗ്രാമങ്ങളിൽ നിന്നടക്കം നിരവധി ആളുകൾ ഇവിടേക്ക് വന്നിട്ടുണ്ട്. കൂടുതൽ ആളുകൾ വരുന്നുണ്ട്, രാഷ്ട്രീയ നേതാക്കൾ എത്തുന്നുണ്ട്. എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു നീരജ് ചോപ്ര ആ മെഡൽ എറിഞ്ഞിരുന്നത് കാണാൻ വേണ്ടിയിട്ട്. എന്തായാലും വലിയ ആഹ്ലാദം, വലിയ ആഘോഷം, വലിയ ആരവം എല്ലാം ഉണ്ട്. എന്തായാലും നീരജ് ചോപ്ര കളത്തിലേക്ക് ഇറങ്ങുക, അല്ലെങ്കിൽ നീരജ് ചോപ്രയെ സ്ക്രീനിൽ കാണിക്കുന്ന ഓരോ നിമിഷവും കൂടെ നിറഞ്ഞ കയ്യടികളാണ്. ഇന്ത്യൻ പതാകകളുണ്ട്. ഇന്ന് രാത്രി അല്ലെങ്കിൽ നാളെ രാവിലെയോടുകൂടി തന്നെ ആ പാരീസിലെ ഈഫൽ ടവറിന് മുകളിൽ നമ്മുടെ ഇന്ത്യൻ പതാക പാറിപ്പറക്കുന്നത് കാണാൻ വേണ്ടി വലിയ രീതിയിൽ ആഹ്ലാദത്തോടുകൂടി പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് ഈ ഗ്രാമത്തിലുള്ളവരും നമ്മുടെ ഇന്ത്യയിലെ 140 കോടി ആളുകളും. ഇവിടെ നിൽക്കുന്ന സമയത്ത് ഈ ആളുകളുടെ എല്ലാം തന്നെ ഒരു വൈബ് നമുക്ക് നേരിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് തന്നെയായിരിക്കും ഇപ്പോൾ ഈ രാത്രി സമയത്തും ഈ ഫൈനൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ ആളുകളുടെയും, ഇന്ത്യയിലെ ഓരോ ആളുകളുടെയും ആ ഒരു മൂഡെന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇന്ത്യക്ക് ഈ പാരീസ് ഒളിമ്പിക്സിൽ ഒരു സ്വർണ്ണ മെഡൽ നേടണം. അത് ഇതുവരെയും സാധിച്ചിട്ടില്ല. ആ സ്വർണ്ണ മെഡൽ എന്തായാലും നീരജ് ചോപ്രയിലൂടെ കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതാണ് പ്രതീക്ഷ. ആ പ്രതീക്ഷ നിറവേറാൻ ഒരുപാട് സാധ്യതകളുണ്ട്. അതിന് ഏറ്റവും വലിയ ഫാക്ടർ എന്ന് പറയുന്നത് നീരജ് ചോപ്രയുടെ നിലവിലുള്ള ഫോം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ആളുകൾ ഒത്തുകൂടിയിരിക്കുന്നു. കുടുംബാംഗങ്ങളും ഗ്രാമവാസികളും എല്ലാവരും ഒരുമിച്ചിരുന്നു കൊണ്ട് ഈ നീരജ് ചോപ്ര ഇന്ത്യയുടെ ഗോൾഡൻ ബോയ് ആ മെഡൽ എറിഞ്ഞിടുന്നത് തത്സമയം കാണാൻ വേണ്ടി ഒത്തുകൂടുന്നു. ആർപ്പുവിളികളും മുദ്രാവാക്യങ്ങളുമായി ഇന്ത്യൻ പതാക കയ്യിലേന്തിക്കൊണ്ട് ഈ ഇന്ത്യൻ പതാക ഇവിടെ നീരജ് ചോപ്രയുടെ ഗ്രാമത്തിൽ ആളുകളുടെ കയ്യിലാണെങ്കിൽ അതങ്ങ് പാരീസിൽ ഈഫൽ ടവറിന്റെ മുകളിൽ പറക്കുമെന്നുള്ള കാര്യമാണ് ഇവർ എല്ലാവരും വ്യക്തമാക്കുന്നത്. അത് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷയും. പൂജ, തീർച്ചയായിട്ടും നമ്മൾ മത്സരം കണ്ടുകൊണ്ടിരിക്കുകയാണ്. പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ വെബർ മത്സരിച്ചു, പാകിസ്ഥാൻകാരമായ നദീം മത്സരിച്ചു. രണ്ടുപേരും വെല്ലുവിളി ഉയർത്തിയവരാണ്. രണ്ടുപേരും ഫൗളാണ് എന്നുള്ളതാണ്. ഫസ്റ്റ് ട്രയലിൽ തന്നെ ഫൗൾ ആയിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ മത്സരം പുരോഗമിക്കുകയാണ്. വെല്ലുവിളികൾ ഉയർത്തിയവർ കൂടിയായിരുന്നു. വെബർ എന്ന് പറയുന്നത് ടോക്കിയോ ഒളിമ്പിക്സിലെ പ്രധാന എതിരാളിയായിരുന്നു. തീർച്ചയായിട്ടും നിലവിൽ ഞാൻ ആ നിലവിലൊരു സ്റ്റാറ്റസ് പറയാം. നിലവിൽ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്ന പക്ഷേ ആദ്യത്തെ ത്രോ എടുത്തത് വാൽക്കോട്ട് കെസ്ട്രോൺ. അദ്ദേഹം ട്രിനിഡാഡിന്റെ താരമാണ്. 86 മീറ്റർ ആദ്യത്തെ ട്രയൽ 86.16. അതാണ് നിലവിൽ ഏറ്റവും കൂടുതൽ എറിഞ്ഞവരിൽ വെച്ച് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത്. ഇനി 2 പേർ കൂടെ കഴിഞ്ഞാൽ അടുത്തത് നീരജ് ചോപ്രയുടെ ഊഴമാണ്. ഇനി അടുത്തതിന്റെ തൊട്ടടുത്തതായാണ് നീരജ് ചോപ്ര വരുന്നത്. 2 പേർ നിലവിൽ ആദ്യ ട്രയൽ ഫൗളായി. പാകിസ്ഥാൻ താരം നദീമും ഒപ്പം തന്നെ ജൂലിയനും. അത് ഒരുപക്ഷെ പൂജ പറഞ്ഞതുപോലെ തന്നെ മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നവരാണ്. ആദ്യത്തെ ട്രൈ മാത്രമാണ്. ഇനിയുണ്ട് ഈ എലിമിനേറ്ററിന് മുമ്പായി, ആദ്യത്തെ എലിമിനേറ്ററിന് മുമ്പായി തന്നെ ഇനിയും 2 ട്രൈകൾ കൂടുതലുണ്ട്, 2 അവസരം കൂടുതൽ. തീർച്ചയായിട്ടും എന്തോ ഒരു തരം നെഞ്ചിടിപ്പ് തോന്നില്ല. രണ്ടുപേരുടെ കഴിഞ്ഞാൽ ഫസ്റ്റ് ട്രയലില് നീരജ് ചോപ്ര ഇറങ്ങുകയാണ് എന്നുള്ളതാണ്. നീരജിന്റെ ഒരു പ്രത്യേകത നമ്മൾ കഴിഞ്ഞ ഒളിമ്പിക്സിലും ഒപ്പം തന്നെ മുൻ പ്രകടനങ്ങളിലും ഒക്കെ ഒന്ന് വിലയിരുത്തിയാൽ ആദ്യത്തെ ട്രൈ തന്നെ ഒരുപക്ഷെ ആദ്യത്തെ ഊഴത്തിൽ തന്നെ ഏറ്റവും മികച്ച പെർഫോമൻസുകളിൽ ഒന്ന് വരുന്നതാണ് നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ളത്. ഒരുപക്ഷെ ആദ്യത്തെ ട്രയൽ ഇന്ന് 90 വരുമോ, 90 മീറ്റർ എന്നുള്ള ആ മാർക്ക് വരുമോ എന്നുള്ളതാണ് ഏറ്റവും ഉറ്റുനോക്കുന്നത്. നമ്മളൊക്കെ കാര്യമാണ്, ഒന്ന് സ്വർണ്ണം നേടുക, ഒന്ന് 90 തീർച്ചയായിട്ടും 90 ആദ്യത്തെ ട്രയൽ തന്നെ വന്നാൽ അത് മികച്ച ആത്മവിശ്വാസമാവും. തുടർന്ന് നീരജിന് അധികം ആശങ്കപ്പെടുകയോ ടെൻഷൻ അടിക്കേണ്ട കാര്യം പിന്നീട് ഉണ്ടാവില്ല. അപ്പോൾ ആദ്യം തന്നെ 90 മാർക്കിലേക്ക് എത്തുമോ എന്നുള്ളതാണ്. അത് സാധ്യമാണ് കേട്ടോ. കാരണം ഈ പ്രാഥമിക റൗണ്ടിൽ ആദ്യത്തെ
ആദ്യത്തെ ട്രയൽ തന്നെയാണ് 89 അല്ലെങ്കിൽ 89.5 എത്തിയത്. സ്വാഭാവികമായിട്ടും ഫൈനലിൽ ആദ്യത്തെ ട്രയൽ തന്നെ 90 കിട്ടുക എന്നുള്ളതാണ് നീരജ് ഉന്നമെടുത്തുണ്ടാവുക. ഇനി അധികം സമയമില്ല, ഏതാണ്ട് അടുത്തതായി നീരജിന്റെ ഊഴം. കെനിയൻ താരമായ ഈഗോ ആണ് ഇപ്പോൾ മത്സരിക്കുന്നത്. എന്താകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരാളും കൂടി കഴിഞ്ഞാൽ നമ്മുടെ നീരജ് ചോപ്രയാണ് എന്നുള്ളതാണ്. 80 കഴിഞ്ഞിട്ട് തൊട്ടടുത്തായിട്ട് എത്രയാണ് ആ കറക്റ്റ് കണക്ക് എന്നുള്ളത് നമുക്കൊന്ന് വ്യക്തമാകേണ്ടതായിട്ടുണ്ട്. കെനിയൻ താരമാണ് ഇപ്പോൾ മത്സരിച്ചിരിക്കുന്നത്. ഒരാൾ കൂടി കഴിഞ്ഞാൽ നീരജ് ചോപ്ര ഉണ്ടാകും എന്നുള്ളതാണ്. ആ ആരവങ്ങൾ ശരിക്കും അവിടെ നിന്ന് കാണുന്നുണ്ട് എന്നുള്ളതാണ്. ഓരോ ആൾക്കാരും കഴിയുമ്പോൾ ഇനി ഞങ്ങളുടെ നീരജ് ചോപ്രയാണ്. ഓരോ മത്സരങ്ങളും കഴിയുമ്പോൾ ആ നാട്ടിൽ നിന്നുമുള്ള ആരവങ്ങൾ കൃത്യമായി കേൾക്കുന്നു എന്നുള്ളതാണ്. അർജുൻ, തുടരാം. ഇനി ഒരു താരവും കൂടി കഴിഞ്ഞാൽ, കെനിയയുടെ താരം കഴിഞ്ഞ് ഒരു താരവും കൂടി കഴിഞ്ഞാൽ ഇനി നീരജ് ചോപ്രയാണ്. ഫിൻലൻഡിന്റെ ഒരു താരം കഴിഞ്ഞാൽ നീരജ് ചോപ്ര ഇറങ്ങാൻ പോവുകയാണ്. ഓരോ ആൾക്കാർ മത്സരിച്ച് കഴിയുമ്പോഴുള്ള ആ ഒരു ആരവം നമുക്ക് ഇവിടുന്ന് കേൾക്കാം.